ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഹെയർ ബോയുമായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഹെയർ ബോ, അതേപോലെ തന്നെ സ്റ്റോൺസിൻ്റെ ഫ്ലവർ, പിന്നെ ഗ്ലൂ. അപ്പം ഇത് ജസ്റ്റ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ലൈൻ മാറിപ്പോകാതെയും അതേപോലെ കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കയറി ഇറങ്ങി സ്റ്റോൺസ് നിൽക്കും. അതേപോലെ നമുക്ക് ഇതിൽ വന്നിട്ട് മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ ബാക്കി പണി ചെയ്യുന്നത്. അപ്പം ഇത് ഉണങ്ങാൻ വെക്കുമ്പോൾ ഇത് നേരെ ചെരിച്ചിട്ടാൽ മതി. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ കിടന്നോളും. ഇളകി പോവുമോ അല്ലെങ്കിൽ ഗ്ലൂ ഒഴുക്ക് കാരണം താഴേക്ക് ഊർന്നോ സ്റ്റോൺസ് പോകത്തില്ല. നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ഇതേപോലെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിലിഞ്ഞ് നമ്മൾ 4 വെറൈറ്റിയാണുള്ളത്. അപ്പോൾ ഒരെണ്ണം ഞാൻ ചെയ്തതും അതല്ലാതെ ഈ 3 വെറൈറ്റീസാണ് റെഡ്, ബ്ലൂ, വൈറ്റിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഒട്ടിച്ചു കൊടുത്തത് ഇത് കുറച്ച് നേരമായി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഇതിൽ ഞാനിനി ഇത് ടൈറ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. നമുക്കിത് ഒരു നൂല് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഗിയർ വയർ ഉപയോഗിച്ചോ നമുക്കിത് ചുറ്റി കൊടുക്കുക. ഇതേപോലെ ഫുള്ളി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇളകിയാലൊന്നും പോവത്തില്ല. ഒരു സൈഡിൽ നിന്നോ നടുക്കുന്നൊക്കെ കുട്ടികൾ പിടിച്ചിളക്കും. ഫ്ലവേഴ്സ് ആയതുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടിയും ഇത് പറഞ്ഞു പോരുമോ എന്നൊക്കെ നോക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ പോരത്തേ ഇല്ല, നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ ഇരുന്നോളൂ. കംപ്ലീറ്റ്ലി ഞാൻ ഇതേപോലെയാണ് ചുറ്റിയേക്കുന്നത് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട്. അത് ഞാൻ കെട്ടുന്ന രീതി എന്ന് പറയുന്നത് കടുങ്കെട്ടിടുകയാണ് ചെയ്യുന്നത്. 2-3 പ്രാവശ്യം ലാസ്റ്റത്തെ ബീഡ്സ് ഫ്ലവറിൻ്റെ ബീഡിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കെട്ടിടുകയാണ് ചെയ്യുന്നത്. ഇത് 2-3 പ്രാവശ്യം ഞാൻ കെട്ടിടുന്നുണ്ട്. അപ്പോൾ കെട്ടിടുന്ന മോഡൽ ഇതേപോലെയാണ്. ഒന്ന് വലിച്ച് കെട്ടിട്ടിട്ട് അത് താഴേക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. താഴെയാണ് കെട്ട് വരുന്നത്, മുകളിലല്ല. അപ്പോൾ നല്ല വൃത്തിക്ക് ഇരുന്നോളും. ആർക്കും കണ്ടാലും ഒന്നും കെട്ട് കുടുങ്ങിയോ അല്ലെങ്കിൽ കെട്ടിട്ട പോലെ ഒന്നും തോന്നത്തില്ല. അവിടെ വൃത്തിക്കിരുന്നോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ഉള്ളിൽ നിന്ന് കെട്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫൈനൽ ഇതിൽ പോരാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന നൂലിൻ്റെ ബാക്കി വരുന്നത് ഒന്ന് ഉരുക്കി കൊടുക്കാം. അപ്പം ഞാൻ ലൈറ്റർ വെച്ചാണ് ഉരുക്കുന്നത്. ശ്രദ്ധിക്കുക പൊട്ടിപ്പോവാതെ. വേറെ നടുക്കുന്നങ്ങാനും നമ്മൾ ലൈറ്റർ ഇതാക്കുമ്പോൾ ഒന്നിൻ്റെ സൈഡിൽ നിന്നൊക്കെ കട്ടായി പോയാൽ പിന്നെ നമുക്ക് ആദ്യം മുതൽ ചുറ്റേണ്ട വരും. അപ്പോൾ ലൈറ്റർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. അടുത്തെത്തുമ്പോഴേക്കും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉരുകി അതേ പിടിച്ചിരുന്നോളും, പോരത്തില്ല. അതല്ല നമ്മൾ ഉരുകി വരുന്നത് കെടുത്താതെയോ ഞെക്കാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ നൂല് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ നമുക്ക് ടൈറ്റായിട്ട് വെക്കാൻ പറ്റും. ഇളകിയാലും പോവില്ല, കാരണം നല്ല സ്ട്രോങ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് 4ൻ്റെയും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ അതേപോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.